എല്ലാവർക്കും നമസ്കാരം. വാവാമിയുടെ പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എനിക്കൊരു സുഹൃത്ത് മെസ്സേജ് അയച്ചിരുന്നു. ഓണാഘോഷത്തെക്കുറിച്ച് എങ്ങനെ ഒരു പ്രസംഗം നടത്താം എന്നുള്ളതിനെ പറ്റിയൊരു ക്ലാസ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രസംഗം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ആ പ്രസംഗത്തിനൊരു അടിസ്ഥാന ഘടനയുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രസംഗം നടത്തിയെങ്കിൽ മാത്രമേ പ്രസംഗം വിജയിക്കത്തുള്ളൂ. അപ്പം ഓണത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടി വേദിയിലേക്ക് പോകുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഒരുങ്ങുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രസംഗം നിങ്ങളുടെ മുന്നിൽ നടത്തുന്നത്. അതായത് നമുക്കെങ്ങനെ പ്രസംഗം വേദിയിൽ കയറിയിട്ട് സദസ്സിന് മുന്നിലേക്ക് നോക്കി നടത്താം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആമുഖം, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നമ്മൾ വേദിയിലേക്ക് ചെന്നിട്ട് സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുക. അതിനുശേഷം ഓണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. ഇൻട്രൊഡക്ഷൻ അതായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐതിഹ്യവും സന്ദേശവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐതിഹ്യവും സന്ദേശവും. അപ്പം ഐതിഹ്യമാണെന്നുണ്ടെങ്കിൽ മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്തെക്കുറിച്ച് ആ ഒരു ഐതിഹ്യം നമുക്ക് അവരുടെ മുന്നിൽ ചെറുതായിട്ട് സംസാരിക്കാനാണ് സാധിക്കും. അതിനുശേഷം സന്ദേശം. എന്തായിരുന്നു സന്ദേശം എന്നുള്ളത്? സമത്വത്തിൻ്റെ സന്ദേശം നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഐതിഹ്യവും സന്ദേശവുമായിരിക്കണം നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് ഓണാഘോഷത്തിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഒരു അനുഭവം, നമ്മൾ കണ്ടതായ, കേട്ടതായ, അറിഞ്ഞതായ ഓണത്തെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ട് കുറച്ച് അവരോട് സംസാരിക്കാനുണ്ട്. ഓണസദ്യയുണ്ട് അതിനകത്ത്, അത്തപ്പൂക്കളം, പിന്നെ അതുപോലെ തന്നെ ഓണക്കളികൾ നമുക്കറിയാമല്ലോ. വള്ളംകളി, അതുപോലെ തന്നെ പുലിക്കളി. അങ്ങനെ ഒരു ആഘോഷത്തെക്കുറിച്ച് നമുക്ക് അവരുടെ മുന്നിൽ, നമ്മളെ കേൾക്കുന്ന സദസ്സിലേക്ക് നമുക്ക് പകരാം. നമ്മൾ അറിഞ്ഞതായ അനുഭവം അവരോട് നമുക്ക് ചെറുതായിട്ട് സംസാരിക്കാനോട് സാധിക്കും. അതിനുശേഷം ഇന്നത്തെ പ്രസക്തി. മനസ്സിലായോ? അടുത്ത പോയിൻ്റാണ് ഇന്നത്തെ പ്രസക്തി. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ അവരോട് വ്യക്തമായിട്ട് പറയണം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ വ്യക്തമായൊരു ഘടനയുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രസംഗവും വിജയിക്കത്തുള്ളൂ. അപ്പം ഇന്നത്തെ പ്രസക്തിയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നായിരുന്നു, ഒന്നായിട്ട് ആഘോഷിച്ചിരുന്നതായ ഒരു ദേശീയ ഉത്സവമായിരുന്നു ഓണം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അവരോട് സംസാരിക്കാനൊക്കെ കഴിയും. പിന്നെ അവസാനിപ്പിക്കുമ്പോൾ, ഉപസംഹാരം നടത്തുമ്പോൾ നമുക്ക് എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് നമുക്ക് എന്ത് സന്ദേശം നൽകാമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഒന്നായിരുന്നു, എങ്ങനെ സ്നേഹത്തോടെ, ഒത്തൊരുമയോടെ ആ ഒരു കാലം, അതിനെപ്പറ്റി സംസാരിക്കണം. ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും നല്ല നാളുകളായിരുന്നു ഓണക്കാലം. അല്ലെന്നുണ്ടെങ്കിൽ അത് വീണ്ടും തുടർന്നു കൊണ്ട് പോകുവാനെ കൊണ്ട്
കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രസംഗം അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പോയിന്റുകൾ. ആദ്യമേ ഇൻട്രൊഡക്ഷൻ, ആമുഖം ചെയ്യുന്നത്. രണ്ടാമത് ഐതിഹ്യവും അതുപോലെ തന്നെ സന്ദേശവും. മൂന്നാമത് ഓണാഘോഷം, ഓണക്കളികളെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അത് കഴിഞ്ഞ് നാലാമത് ഇന്നത്തെ പ്രസക്തിയെപ്പറ്റി സംസാരിക്കാം. അഞ്ചാമത് ഉപസംഹാരം നടത്തുമ്പോൾ വരും തലമുറയ്ക്ക് നമുക്ക് എന്ത് സന്ദേശം നൽകാം എന്നുള്ളതിനെപ്പറ്റി നമുക്ക് പ്രസംഗിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കാനെ കൊണ്ട്. ഇപ്പോൾ അതിനൊരു ചെറിയൊരു മാതൃക, അതിൻ്റെ തുടക്കം എങ്ങനെ നമ്മൾ പ്രസംഗിക്കുക എന്നുള്ളതിനെ പറ്റി ഞാൻ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, അധ്യക്ഷൻ, അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മനുഷ്യരെല്ലാവരും ഒന്നായിരുന്നു എന്നുള്ള ഒരു സന്ദേശം നൽകുന്നതായ ഒരു നല്ല മാസമാണ് ചിങ്ങമാസം. അതിൻ്റെ സന്ദേശം, സ്നേഹത്തിൻ്റെ സന്ദേശം നൽകുന്നതായ ഓണത്തിൻ്റെ ഓർമ്മകൾ, ഓണത്തിൻ്റെ നമുക്ക് പറഞ്ഞു കൊടുക്കാനെ കൊണ്ട് പറ്റുന്നതായ സ്നേഹത്തിൻ്റെ, അല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം സാഹോദര്യത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒത്തൊരുമയോടെ ആഘോഷിച്ചിരുന്നതായ ഈ ഓണാഘോഷത്തിൻ്റെ ഒരു ഭാഗമാകാനെ കൊണ്ട് എനിക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഈ വേദിയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനെ കൊണ്ട് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാനെ കൊണ്ട് വേണ്ടി, ഈ ഓണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനെ കൊണ്ട് വേണ്ടി അവസരം തന്നവർക്ക് ആദ്യമേ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ, സ്നേഹത്തെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നല്ല പ്രസംഗം തുടക്കം കുറിക്കാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗത്തിൻ്റെ ഘടന, ആ ഒരു സംസാര രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ നേരത്തെ തന്നെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് സമയം ഉണ്ടാകത്തില്ല. വളരെ കുറഞ്ഞ സമയത്തിൽ നമ്മൾ നമ്മുടെ പോയിന്റുകളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അത് പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കണം.